ഒരു യാത്ര പോയാലോ? എവിടെ പോവും? എറണാകുളത്തിലോ? ഓക്കെ. നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണേ. ഇവിടുന്ന് നേരെ നമ്മൾ ബസ്സിൽ കയറി നാഗമ്പട സ്റ്റാൻഡിലോട്ട് ചെല്ലണം. അവിടുന്ന് ട്രെയിനിന് പോകാനാണ് പ്ലാന്. ട്രെയിനിന് പോകണം. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് നമുക്ക് നാഗമ്പടത്തുനിന്ന് പോകാം. കാപ്പി കുടിക്കണം. സ്റ്റാൻഡിൽ എത്തിയിട്ട് അവിടുന്ന് എവിടെന്നെങ്കിലും കാപ്പി കുടിച്ചിട്ട് ട്രെയിനിന് കയറാനാണ് പ്ലാന്. നമ്മളിതാ നാഗമ്പട സ്റ്റാൻഡിൽ എത്താറായി. സ്റ്റാൻഡിനടുത്ത് തന്നെ നാഗമ്പട സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. കാപ്പി കുടിക്കുകയാണ്. ഒരു പപ്സും പിന്നെ ടെൻഡർ കോക്കനട്ടിൻ്റെ ഒരു ഷേക്കും മേടിച്ചു. അതൊക്കെ കഴിച്ച് കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ലതായിരുന്നേ. അതെല്ലാം കഴിച്ചിട്ട് നേരെ അന്തോണീസ് പുണ്യാളൻ്റെ അടുത്ത് ചെന്നു. പുണ്യാളനെ കണ്ടു, തിരി കത്തിച്ചു, പ്രാർത്ഥിച്ചു. ഇന്ന് ചൊവ്വാഴ്ചയല്ല, എന്തെങ്കിലും ആൾക്കാരുണ്ട്. ചൊവ്വാഴ്ച ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് വിടുകയാണേ. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു, ടിക്കറ്റ് എടുത്തു. മെമു ഉണ്ടെന്ന് പറഞ്ഞു. മെമുവിനാണ് ടിക്കറ്റ് എടുത്തത്. 15 രൂപയുള്ളൂ കേട്ടോ. ഇവിടുന്ന് തൃപ്പൂണിത്തുറയ്ക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. അവിടുന്ന് മെട്രോയ്ക്ക് പോകാനാണ് പ്ലാന്. റെയിൽവേ സ്റ്റേഷനെത്തി. ചെറുതായിട്ടൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. വർഷങ്ങളേറെയായി ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തിട്ട്, ഒത്തിരി യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. എങ്കിലും 4 വർഷം പഠിച്ചപ്പോഴും ജോലിക്ക് പോയപ്പോഴും ഒക്കെ ട്രെയിൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ട്രെയിൻ വരാറായെന്ന് തോന്നുന്നു. നമ്മുടെ ട്രെയിനാണ് ഈ വരുന്നത്. ട്രെയിനിൽ കയറി. സീറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇന്ന് റഷൊന്നുമില്ല. തിരക്കില്ലാത്ത ദിവസമായതുകൊണ്ടാവാം. പിന്നെ തിരക്കില്ലാത്ത ദിവസമില്ല, തിരക്കില്ലാത്ത സമയം 1 മണിക്കായിരുന്നു ഇത്. രാവിലെ വൈകിട്ടുമാണെങ്കിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ. ടൈം ഇവർ പറയണത് 1 മണിക്കൂറും 20 മിനിറ്റുമാണേ. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. കോട്ടയത്തുനിന്ന് വിട്ട് പിന്നെ അടുത്ത സ്റ്റേഷൻ കുമാരനെല്ലൂർ, പിന്നെ ഏറ്റുമാനൂർ, കുറുപ്പുന്തറ, വൈക്കം, പിറവർ റോഡ്, മുളന്തുരുത്തി, തൃപ്പൂണിത്തറ. നമ്മൾ തൃപ്പൂണിത്തറ വരെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞല്ലോ. പിന്നെ അപ്പോൾ ഓക്കെ, നമുക്ക് ട്രെയിൻ യാത്ര ആസ്വദിച്ച് പോകാവേ.
പിറവ റോഡ് കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു മെമോ ഓപ്പോസിറ്റ് നമ്മുടെ സ്റ്റേഷൻ അടുക്കാറായെന്ന് തോന്നുന്നു. തൃപ്പൂണിത്തുറ എത്തി. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. ഇവിടുന്ന് നമുക്ക് മെട്രോയ്ക്ക് വേണം പോകാനായിട്ട്. സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്, മെട്രോ സ്റ്റേഷനാണ്. നമ്മൾ നേരെ എക്സിറ്റ് അടിച്ച് മെട്രോ സ്റ്റേഷനിലോട്ട് പോവുകയാണേ. മെട്രോ സ്റ്റേഷനിലെത്തി. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. ടിക്കറ്റ് ചാർജ് 40 രൂപ കേട്ടോ. 40 രൂപയുള്ളൂ. MG റോഡ് വരെയാണ് നമ്മൾ എടുത്തത്. സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ അകത്ത് കയറുന്നേ. നമ്മൾ ടിക്കറ്റ് എല്ലാം സ്കാൻ ചെയ്ത് അകത്ത് കയറി. അപ്പോഴത്തേക്കും ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. മെട്രോ കിടപ്പുണ്ടായിരുന്നു. നേരെ നമുക്ക് കയറിയാൽ മതിയായിരുന്നു. വലിയ തിരക്കൊന്നുമില്ല. ടൈം ഇതായതുകൊണ്ടാവാം. അതുമല്ല സ്റ്റാർട്ടിങ് ആണല്ലോ. സ്റ്റാർട്ടിങ് തൃപ്പൂണിത്തുറയിൽ നിന്നല്ലേ ആലുവ വരെ. തിരക്കില്ല, നമുക്ക് സീറ്റിംഗ് കിട്ടി. നമ്മുടെ സ്റ്റേഷനായേ, നമ്മൾ ഇറങ്ങുകയാണ്. ഇവിടെ ഇനി നമുക്ക് മുളവുകാട്ട് കൂട്ടാണ് പോകേണ്ടത്. കറക്റ്റായിട്ട് അറിയത്തില്ല എങ്ങനെയാണ് പോകേണ്ടത്. പെണ്ണിനെ വിളിക്കണം, ചോദിക്കണം എങ്ങനെ വരണ്ടേന്ന്. ഇന്ന് ഞാൻ അവരുടെ വീട്ടിലാണ് സ്റ്റേ. എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ മക്കളാണ് അവർ. അവരുടെ വീട്ടിലാണ് ഇന്ന് നിൽക്കേണ്ടത്. നാളെയാണ് നമുക്ക് പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും വന്നത് എറണാകുളത്തോട്ട്. ഇവിടുന്ന് സ്കാൻ ചെയ്യണം, എക്സിറ്റ് ചെയ്യണം. സ്കാൻ ചെയ്തു, എക്സിറ്റ് ചെയ്ത് അവളുടെ ഓട്ടോ കയറി ഹൈക്കോർട്ടിൽ ഇറങ്ങാൻ പറഞ്ഞു. അവിടുന്ന് ബസ്സുണ്ട്. നമ്മളൊരു ഓട്ടോയിലൊക്കെ കയറി ഹൈക്കോടതി ജംഗ്ഷനിൽ വന്ന് ഇറങ്ങുകയാണേ. അവിടുന്ന് പിന്നെ ബസ് നോക്കണം. ബസ് ഉണ്ടായിരുന്നു, ടൈമിംഗ് ഉണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ബസ്സിന് കയറി അവൾ പറഞ്ഞ സ്റ്റേഷനിലെത്തിയപ്പോൾ അവൾ കാത്തു നിൽപ്പുണ്ടായിരുന്നേ. അവളുടെ അടുത്ത് എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരികെയാണ്. ബൈ.